നമസ്കാരം സുഹൃത്തുക്കളെ. ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ബസൂക്ക എന്ന സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. ഇത് ബസൂക്കയുടെ റിവ്യൂ ഒന്നുമല്ല. ഇത് യൂട്യൂബിലും മറ്റു നിരവധി ആളുകൾ സിനിമ കണ്ടിട്ട് അവരുടേതായ അഭിപ്രായങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ല. സിനിമ നിങ്ങൾ കാണുക, ആസ്വദിക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത്. പക്ഷേ ഇതിനകത്ത് മമ്മൂട്ടിയുടെ ഒരു 20 മിനിറ്റത്തെ ലാസ്റ്റ് പെർഫോമൻസ് ഉണ്ട്. ഇവിടെ മമ്മൂട്ടി എന്ന നടനെ പലരും കളിയാക്കുന്നുണ്ട്. ഇവിടെ മമ്മൂട്ടിക്ക് 100 കോടിയില്ല, നെസിലിന് 100 കോടിയുണ്ട്, മാത്യൂസിന് 100 കോടിയുണ്ട്, മറ്റവർക്ക് 100 കോടിയുണ്ട്. മമ്മൂട്ടിക്ക് മാത്രം മലയാള സിനിമയിൽ 100 കോടിയില്ല. 100 കോടി എന്നുള്ളത് ഏത് പുതിയൊരു നടനും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് എടുത്ത് കാണിക്കേണ്ട. കഴിഞ്ഞ 47 വർഷത്തെ കരിയറിൽ 450 സിനിമ ഇന്ത്യയിലുള്ള വിവിധ ലാംഗ്വേജുകളിലായി ചെയ്ത മമ്മൂട്ടി എന്ന നടൻ ഇന്ന് ഈ 74-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ തന്നെ പുതിയ സിനിമയിൽ അവസാനത്തെ 20 മിനിറ്റ് ഇതിനു മുമ്പ് ആവർത്തിക്കാത്ത ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതാണ് മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി തന്നെ അയാൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. മമ്മൂട്ടിയിൽ നിന്ന് ഇപ്പോഴും ഇതുവരെ കാണാത്ത ഇനിയും ഒരു പുതിയ ഒരു പെർഫോമൻസ് ഇതിനുള്ള സാധ്യതയും സ്കോപ്പും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബസൂക്ക തെളിയിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കളങ്കാവിൽ ചിലപ്പോൾ അത്തരത്തിലൊരു പെർഫോമൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ വിവരമുള്ള ഫിലിം മേക്കേഴ്സും നിരൂപകരുമൊക്കെ മമ്മൂട്ടിയുടെ റെഫറൻസായി അഭിനയത്തിൽ ഇപ്പോഴും വെക്കുന്നതും അവർ മമ്മൂട്ടിയെ വാനോളം പുകഴ്ത്തുന്നതും മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നതും. ഇവിടെയുള്ള പൊട്ടക്കണിലെ തവളകളായ ഉള്ള ഫാൻസുകാർക്കും സിനിമ നിരൂപകർക്കും അറിയില്ല. അവരിപ്പോഴും മാത്യൂസിനും നെസലിനും 100 കോടിയുണ്ട്, മമ്മൂട്ടിക്ക് 100 കോടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ട്രോള നടക്കുകയാണ്. സൗത്ത് ഇന്ത്യയിലെ മിക്ക സൂപ്പർ താര നടന്മാരും അവരുടെ തന്നെ ഹിറ്റായ കഥാപാത്രങ്ങളും പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള വേഷങ്ങളുടെയും വീണ്ടും അത് കച്ചവട ചേരുവ ചേർത്ത് വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ചിരഞ്ജീവി ആയാലും മോഹൻലാലായാലും മറ്റേത് സൂപ്പർ താരങ്ങളായാലും അത് തന്നെ ചെയ്യുമ്പോൾ മമ്മൂട്ടി എന്ന നടൻ അവിടെയും വ്യത്യസ്തനാവുകയാണ്. അദ്ദേഹം തൻ്റെ ഓരോ സിനിമയിൽ ഇതുവരെ താൻ ചെയ്യാത്തൊരു പുതിയ മമ്മൂട്ടിയെ പ്രേക്ഷകർക്ക് നൽകുകയാണ്. അവിടാണ് മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിൽ അത്ഭുതമയം പറഞ്ഞത്.